ആളുകൾ കൂടി അവിടെ ഇത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് സമരം 1-2 പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ സമരങ്ങൾ കണ്ടു. അത് കൂടാതെ ഹൈക്കോടതിയിലൊരു കേസും ഫയൽ ചെയ്തു. എന്തിനാണ് കേസ് ഫയൽ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതുപോലുള്ള ഞങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു നല്ല ടർഫ് വേണമെന്നുള്ളത്. അറിയാമല്ലോ, ഞങ്ങളൊക്കെ അറിയാമല്ലോ. ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ഇത് നിർമ്മിക്കാൻ പോയതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാം കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ജാതിയായിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ കുറച്ച് പേര് പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തള്ളി കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതെല്ലാവരും ഒരു 10 പേര് സന്തോഷം വിളിച്ചു. അതിനകത്തില്ല. അപ്പോൾ കളിക്കാരെന്ന് പറഞ്ഞാൽ കളിക്കാർ മാറി നിൽക്ക്, കളിക്കാത്തവർ പറയട്ടെ എന്ന് പറഞ്ഞ രീതിയിലാണ് അവരുടെ പ്രതിഷേധം. ഇപ്പോൾ ഇവിടെ കൂടിയേക്കുന്നത് ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെ ഇന്ത്യൻ ജേഴ്സി 8 തവണ അണിഞ്ഞ ജേക്കബേട്ടൻ, 8 പ്രാവശ്യം സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. അതുപോലെ 8 പ്രാവശ്യം സന്തോഷ് പൗലോസേട്ടൻ. അവരിവിടെ നിൽക്കുന്ന എല്ലാവരും യൂണിവേഴ്സിറ്റി. ഈ ഒരു വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കാണണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയാണ് തുടങ്ങുന്നത്. ഇത് ഞാൻ ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് വളരെ അടുത്ത് നമ്മുടെ ഗാന്ധി പ്രതിമയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്നൊരു ചെറിയ ജാഥ ഒരു നിവേദനം കൊടുക്കാനായി തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ മുൻ സന്തോഷ് ട്രോഫി പ്ലേയേഴ്സ് 1973 മുതലുള്ള പല സന്തോഷ് ട്രോഫി പ്ലേയേഴ്സും പങ്കെടുക്കുന്ന ഈ ജാഥ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ആലുവയിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അതിൻ്റെ വേണ്ട രീതിയിൽ കുട്ടികൾക്ക് കളിക്കാൻ അത് യോഗ്യമാകുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയുള്ളൊരു നിവേദനം കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ജാഥ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം ഇത് ആലുവയിലെ ഒരു ഗ്രൗണ്ടിന് വേണ്ടി മാത്രമുള്ളതല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല ഗ്രൗണ്ടുകളും ഇന്ന് ഇതേ അവസ്ഥയിലാണ്, നിഷേധിക്കപ്പെടുകയാണ് പലതും. അതിന് എറണാകുളത്തെ അംബേദ്കർ സ്റ്റേഡിയം ആയാലും, കണ്ണൂരെ ജവഹർ സ്റ്റേഡിയം ആയാലും, പാലക്കാട് മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയം ആയാലും, തൃശ്ശൂർ പർവട്ടാനിയിൽ പണിത് പൂട്ടിയിട്ടിരിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയം ആയാലും എല്ലാത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ഫുട്ബോൾ പ്രേമികളും ഈ വീഡിയോ മൊത്തമായി കാണുക. ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കുക. ഓരോ ഫുട്ബോൾ പ്രേമിയിലും ഈ വീഡിയോ എത്തിയെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാതിരിക്കരുത്. കാരണം ഇതിനോട് സഹകരിക്കുന്ന, ഇതിനു വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന ഓരോ ഫുട്ബോൾ താരത്തെയും നിങ്ങൾ തിരിച്ചറിയണം. അവരിന്ന് ഈ വയസ്സുകാലത്ത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഈ ഫണ്ട് ഉപയോഗിച്ച് ആലുവ മുനിസിപ്പാലിറ്റി ആലുവ മുനിസിപ്പൽ ഗ്രൗണ്ട് ടർഫ് ചെയ്യാൻ എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾ ഏതാണ്ട് 12 പേര് സന്തോഷ് ട്രോഫി കളിച്ച കളിക്കാരും അതിൽ 3 പേര് ഇന്ത്യൻ ടീമിൽ കളിച്ചവരാണ് ആദ്യം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷനിലെ മിക്ക മെമ്പേഴ്സും, ആലുവ അമച്ചേഴ്സ് സ്പോർട്സ് ക്ലബ്ബ്, ആലുവ മുനിസിപ്പൽ സ്പോർട്സ് ക്ലബ്ബ്, അതോടൊപ്പം തന്നെ ആലുവയിലെ ഫുട്ബോൾ അക്കാഡമി, അതിലുള്ള എല്ലാ മെമ്പേഴ്സുമാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ നല്ല തീരുമാനത്തിന് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലും ഇന്ത്യയിലും ടർഫ് ഗ്രൗണ്ടുകളാണ് ഇപ്പോൾ മിക്ക സന്തോഷം. ഇപ്പോൾ 15-ാം തീയതി ആരംഭിച്ച ഹൈദരാബാദിൽ ആരംഭിച്ച സന്തോഷ് ട്രോഫി ഇതുപോലുള്ള ടർഫ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അരുണാചൽ പ്രദേശിൽ നടന്ന സന്തോഷ് ട്രോഫി ടർഫിലായിരുന്നു. കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ തന്നെ ISL കഴിഞ്ഞാലുള്ള ടൂർണമെൻറ്റാണ് ഐ ലീഗ്. ആ ടൂർണമെൻറ്റ് 6 ടീമുകൾ അതിൻ്റെ ഹോം ഗ്രൗണ്ട് ഇതുമാതിരിയുള്ള ടർഫ് ഗ്രൗണ്ടാണ്. എല്ലാ സ്ഥലങ്ങളിലും ഏതാണ്ട് കേരളത്തിലെ 600 കൂടുതൽ ചെറുതും വലുതുമായ ടർഫ് ഗ്രൗണ്ടുകൾ ഇവിടെ ഉണ്ട്. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഓൾ ഇന്ത്യ റവന്യൂ മീറ്റ്, ഓൾ ഇന്ത്യ പോലീസ് മീറ്റ്, അതുപോലുള്ള വലിയ ടൂർണമെൻറ്റുകളെല്ലാം ഇപ്പോൾ ടർഫിലാണ് നടക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഈ ഗ്രൗണ്ട് ഇതുമാതിരിയുള്ള കല്ല് ഗ്രൗണ്ടിൽ കളിച്ചിട്ട് ഇപ്പോൾ എറണാകുളത്ത് സെലക്ഷൻ പോകണമെങ്കിൽ അംബേദ്കർ സ്റ്റേഡിയം ഏതാണ്ട് 10 വർഷമായിട്ട് ടർഫാണ്. അതിലൊക്കെ പോയി കളിക്കുമ്പോൾ ഈ ബോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ പാസ് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഭാവി കുട്ടികൾക്ക് ഇതുപോലുള്ള ടർഫുകളിൽ കളിച്ചാലേ ഇനിയും മുമ്പോട്ടുള്ള അവരുടെ സെലക്ഷനും ഇതെല്ലാത്തിനും ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടി
ഇതിന് മുനിസിപ്പാലിറ്റിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. നിലവിൽ ഈ ഒരു വർക്ക് ഡിലേ ആവാനുള്ള എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഞങ്ങൾ പേപ്പർ മുഖേന അറിഞ്ഞാണ് ഇവിടെ ടെൻഡർ വിളിച്ചപ്പോൾ കുറച്ച് ആളുകൾ കൂടി അവിടെ ഇത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിലൊരു സമരം 1-2 പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ സമരങ്ങൾ കണ്ടു. അത് കൂടാതെ ഹൈക്കോടതിയിലൊരു കേസും ഫയൽ ചെയ്തു. എന്തിനാണ് കേസ് ഫയൽ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതുപോലുള്ള ഞങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു നല്ല ടർഫ് വരണമെന്നുള്ളത്. അത് MP ഫണ്ട് അതിനുവേണ്ടി അനുവദിച്ചപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രതിഷേധം തന്നെ പറയാം. കാരണം നമ്മുടെ നാട്ടിൽ വരേണ്ട ഒരു ഇതിനെ തടസ്സപ്പെടുത്തുന്നവർക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധമാണിത്. അതിനകത്ത് ഇല്ല പ്രതിഷേധത്തിൽ അതിനകത്തില്ല. ഇപ്പൊ കളിക്കാരെന്ന് പറഞ്ഞാൽ കളിക്കാർ മാറി നിൽക്ക്, കളിക്കാത്തവർ പറയട്ടെ എന്ന് പറഞ്ഞ രീതിയിലാണ് അവരുടെ പ്രതിഷേധം. ഇപ്പൊ ഇവിടെ കൂടിയേക്കുന്നത് ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെ ഇന്ത്യൻ ജേഴ്സി 8 തവണ അണിഞ്ഞ ജേക്കബേട്ടൻ, 8 പ്രാവശ്യം സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. അതുപോലെ 8 പ്രാവശ്യം സന്തോഷ് പൗലോസേട്ടൻ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും യൂണിവേഴ്സിറ്റി തലങ്ങളിൽ കോച്ചായിരുന്നു. കോച്ച് കേരളത്തിന്റെ കോച്ചായിരുന്നു. ഫുട്ബോൾ പ്ലെയർ കൂടാണ്ട് കസ്റ്റമേഴ്സ് ആൻഡ് സർവീസ് സൂപ്രണ്ട് റിട്ടയർഡ് ആയിരുന്നു. അവർ പല പുറത്തൊക്കെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും പല പ്ലേയേഴ്സായിട്ട് ആലോചിച്ചിട്ടാണ് ഈ ടർഫിനെ കുറിച്ച് സംസാരിച്ചിട്ട് തന്നെയാണ് ഇതിനോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്ലേയേഴ്സ് ഏതാണ്ടും മിക്കവാറും നമ്മളിവിടുന്ന് കളിച്ച സന്തോഷ് പ്ലേയേഴ്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് എല്ലാവരും കൂടിയും അങ്ങോട്ട് അകത്തേക്ക് കയറണ്ട. ഞങ്ങൾ 4 പേര് പോയിട്ട് ഇത് കൊടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഒരു കോപ്പി ഞങ്ങൾ 125 പേര് ഒപ്പിട്ടതാണ്. എല്ലാവരും സന്തോഷ് ട്രോഫി കളിച്ചവരും ജൂനിയർ സ്റ്റേറ്റ്, സീനിയർ സ്റ്റേറ്റ്, ഇന്ത്യ കളിച്ചവരാണ്. പോയിക്കോട്ടെ. അറിയാമല്ലോ, ഞങ്ങളൊക്കെ അറിയാമല്ലോ. ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ഇത് നിർമ്മിക്കാൻ പോണതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാം കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ജാതിയായിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ കുറച്ച് പേര് പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തള്ളി കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒരു 10 പേര് സന്തോഷ് ട്രോഫി കളിച്ചവർ, 3 പേര് ഇന്ത്യ കളിച്ചവർ, അതുപോലെ ഒട്ടനവധി പേര് യൂണിവേഴ്സിറ്റി, ജൂനിയർ സ്റ്റേറ്റ്, ഒരു ആൾ പോലും ഞങ്ങൾ കളിക്കാരല്ലാത്തവരില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കളിച്ചവരാണ്. അപ്പോൾ ഈ ടർഫിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ സന്തോഷ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നതിലാണ്. അപ്പോൾ ഞങ്ങൾ സെക്രട്ടറിക്ക് കൊടുത്തു. അതിൻ്റെ ഒരു കോപ്പി ചെയർമാന് കൊടുക്കാം. ഓക്കെ. എടുത്തോ. ഒരു മിനിറ്റ് നമുക്ക് പുള്ളിയോട് വന്നോട്ടെ. അപ്പോൾ നിങ്ങൾ പോരേണ്ട പോരട്ടോ. ടർഫില്ലാതെ കളിക്കാൻ പറ്റില്ല. അത് ഗ്രാസ് ടർഫായാലും ശരി, ആർട്ടിഫിഷ്യൽ ടർഫായാലും ശരി. പക്ഷേ ഗ്രാസ് ടർഫ് ചില പ്രാദേശികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ 4 പ്രാവശ്യം ഞങ്ങൾക്ക് പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ഇനി പ്രകാരം ആർട്ടിഫിഷ്യൽ ടർഫ് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കിംബദന്തികളൊക്കെ ഓരോരുത്തരും ആഗോളതലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ടർഫ് വെച്ചിട്ട് കൈ കാലത്ത് പോകും, ശ്വാസകോശത്തിൽ ജീവിതത്തിൽ പല വാർത്തകളും പോലെ വരാറുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരിച്ചു പോകുന്നു. പക്ഷെ ഇപ്പോൾ വെളിച്ചെണ്ണ കുടിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ എന്നതുപോലെ ഇതൊക്കെ അതാത് കാലങ്ങളിൽ ഓരോ ലോബിയും നടത്തുന്ന പരിപാടികളാണ്.